ചില നേരത്ത് ഈ പാരമ്പര്യങ്ങളും കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ബാധ്യതയായിട്ട് മാറും. ഞാനൊരു താലി മുറുക്കി പിടിച്ച് പറഞ്ഞതുപോലെ. ഞാനതിൽ തന്നെ കുറ്റപ്പെടുത്തുന്നില്ല. താനെന്നല്ല, നമ്മുടെ സൊസൈറ്റിയിലെ ഭൂരിഭാഗം സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം ബാധ്യതകളോടാ. താൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ ഇല്ലാതാവുന്നത്. തൊട്ടു മുമ്പ് ഞാൻ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഭരിക്കുന്നു കൗതുകമുള്ളൊരു മരണവാർത്ത കേൾക്കാമായിരുന്നു. ഏയ്, അങ്ങനെയൊന്നും പറയരുത്. ജീവിതത്തിൽ താൻ പാലിക്കുന്ന ചിട്ടകളും ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ചേർന്നിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയെങ്കിലും തനിക്ക് ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാമല്ലോ. ക്ലാസ്സും ചുറ്റും കുട്ടികളും, തനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലോകമല്ലേ. പതുക്കെ പതുക്കെ താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നോക്കണം ഹരി, താഴ്ന്നു കിടക്ക. കാലെടുത്ത് നടക്കാൻ തുടങ്ങുമ്പോഴേ ഓരോ മുറിവിനെ കുറിച്ച് അറിയാൻ പറ്റൂ. എന്നാലും ഞാൻ നോക്കും. കാരണം എന്നെ ജീവനോളം സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട്. ഞാൻ തെറ്റിലേക്ക് നടക്കുമ്പോഴും സ്വന്തം ജീവനൊരുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരമ്മയുണ്ട്. നിനക്ക് എന്തെങ്കിലും കടമയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാ ഞാൻ പറയും, ഒരിക്കൽ എന്റെ അച്ഛനെ സ്നേഹിച്ചതുപോലെ, എന്റെ അച്ഛനെ നോക്കിയിരുന്നത് പോലെ ആ അമ്മയെ നോക്കണം ഒരുപാട് കാലം.